ഓൺലൈൻ ടിക്കറ്റ് എടുത്തിട്ട് ചേഞ്ച് ആയിക്കണോ, റീഫണ്ട് വന്നിക്കണോ, ക്യാൻസൽ ആയിക്കണോ, ടൈം ചേഞ്ച് ആയിക്കണോ, അങ്ങനെ പല ചോദ്യങ്ങളായിട്ട് ഇരിക്കുന്ന ഒരാട്ടോ. ചെങ്ങായിമാരെങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഈ സമയത്തെങ്കിലും ഒരു ട്രാവൽ ഏജൻറ്റിൽ ടിക്കറ്റ് എടുക്കുക. നിങ്ങൾ ചുരുങ്ങിയത് ഇപ്പോൾ ഒരു 50,000 റുപ്യ ടിക്കറ്റ് എടുക്കണതിൽ 50,000 ലാഭമൊന്നുമല്ല. അവർക്ക് സർവീസ് ചാർജ് 10, 20, 30, മാക്സിമം 50 ദിർഹംസ് വരെ കിട്ടണുള്ളൂ. എന്നാൽ എന്താ നിങ്ങൾക്ക് മെച്ചം? ഈ സാഹചര്യങ്ങളിലൊക്കെ ടിക്കറ്റിൻ്റെ ഡീറ്റെയിൽസ്, അതായത് ചേഞ്ച് ആയിക്കണോ, റീഫണ്ട് വന്നിക്കണോ, മെയിൽ അയക്കണോ, ചേഞ്ചസ് വന്നൊക്കെ നമുക്ക് എങ്ങനെ ഫ്രീ ആയിട്ട് ചേഞ്ച് ചെയ്യാം, അതിനൊക്കെ നിങ്ങൾക്ക് അപ്ഡേഷൻ കിട്ടും. എനിക്ക് ഒരുപാട് നോർമൽ കസ്റ്റമേഴ്സിന് കൂടുതൽ ഇപ്പോൾ വരുന്നത് ഓൺലൈനിൽ ടിക്കറ്റ് എടുത്തവരാ. ബ്രോ ഇതൊന്നും ചെയ്താട്ടെ. പക്ഷെ നമ്മളെല്ലാവരും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷെ എൻ്റെ നോർമൽ കസ്റ്റമേഴ്സിനൊക്കെ സ്കിപ്പായി പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള കാര്യങ്ങൾ തന്നെയാണ്. നിങ്ങൾ മാക്സിമം ഇങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെയും ഈ ഓൺലൈൻ ഒഴിവാക്കിയിട്ട് ഒരു ഏജൻറ്റിന് ചെറിയ സർവീസ് ചാർജല്ല അവരെടുക്കുന്നുള്ളൂ. ഒരു ഏജൻറ്റിന് കൊടുത്തു നോക്കും, നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് അവർ റിപ്ലൈ ആക്കും. നിങ്ങൾക്ക് എന്ത് ഹെൽപ്പ് അവർ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് നമ്മളെ ഭാഗത്ത് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് എന്ത് ചെയ്യുക, നമ്മുടെ വാട്സപ്പ് നമ്പർ താഴെ കൊടുക്കുക. അതിൽ ജസ്റ്റ് മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് എന്ത് സംശയമാണ് തീർക്കുക. ടിക്കറ്റോ വിസയോ എന്തുവാ